ഓരോ 10 വർഷം കഴിയുന്തോറും നമ്മുടെ സാങ്കേതികവിദ്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ഓരോ 10 വർഷം കൂടുന്തോറും കമ്പ്യൂട്ടർ കൂടുതൽ കൂടുതൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പെർഫോമൻസ് കൂടുതൽ കൂടുതൽ മികച്ചതായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാല കമ്പ്യൂട്ടറുകളുടെ ചിത്രം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വലിയ മുറിയുടെ അത്രയും വലിപ്പം ആ കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ടായിരുന്നു. 1937-42 കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ABC ആണ്. അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റനസ് ഓഫ് ബറി കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിന് ഏതാണ്ട് ഒരു ഡെസ്കിൻ്റെ വലിപ്പമാണുള്ളത്. 6 അടിയോളം വീതിയും 3 അടിയോളം ഉയരവും ഇതിനുണ്ട്. ആദ്യകാല കമ്പ്യൂട്ടറുകൾക്ക് ഇത്രയധികം വലിപ്പം ഉണ്ടാവാനുള്ള കാരണം അതിൻ്റെ മെക്കാനിക്കൽ പാർട്സിൻ്റെയും വാക്യൂം ട്യൂബിൻ്റെയും വലിപ്പ കൂടുതലാണ്. ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്ക് ഇഷ്ടികയാണെങ്കിൽ ആദ്യകാല കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന നിർമ്മിത ബ്ലോക്ക് എന്ന് പറയുന്നത് വാക്യൂം ട്യൂബാണ്. ആ വാക്യൂം ട്യൂബിന് തന്നെ നല്ല വലിപ്പമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കമ്പ്യൂട്ടറിനും വളരെയധികം വലിപ്പമായിരിക്കും. ഒരു ടിപ്പിക്കൽ വാക്യൂം ട്യൂബിൻ്റെ വലിപ്പം 15 സെൻറ്റിമീറ്ററോളം നീളവും 5 സെൻറ്റിമീറ്ററോളം വീതിയുമാണ്. പിന്നീട് 1950കളിലും 60കളിലും വാക്യൂം ട്യൂബിന് പകരമായി നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചു തുടങ്ങി. പിന്നീട് 70കളായപ്പോഴേക്കും ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന താരതമ്യേന വലിപ്പക്കുറവുള്ള ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ICകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് 80കളായപ്പോഴേക്കും ICയേക്കാൾ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മൈക്രോ പ്രൊസസ്സറും വന്നു കഴിഞ്ഞു. നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോ പ്രൊസസ്സേഴ്സ് അത് വളരെയധികം വലിപ്പം കുറഞ്ഞ വളരെ മികച്ച പെർഫോമൻസ് തരുന്ന മൈക്രോ പ്രൊസസ്സേഴ്സാണ്. അതിൻ്റെ വലിപ്പം ഇനിയും നമ്മൾ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഈ മൈക്രോ പ്രൊസസ്സേഴ്സും കമ്പ്യൂട്ടേഴ്സും ഒന്നും പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതായത് ട്രാൻസിസ്റ്റർ സാങ്കേതികവിദ്യ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സാങ്കേതികവിദ്യ ഇനിയും വളരുകയില്ല. പക്ഷേ അതങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ, മറ്റൊരു സാങ്കേതികവിദ്യ ഇതിന് ബദലായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. അവിടെ ആറ്റത്തോളം ചെറിയ വലുപ്പത്തിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ പാർട്ടുകൾ മാറിയിരിക്കുന്നു. പക്ഷേ ഈ സാങ്കേതികവിദ്യയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ഹാക്കേഴ്സിന് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യ കൂടിയാണ്. ഈ സാങ്കേതികവിദ്യ നിലവിൽ ഹാക്കേഴ്സിന് ലഭ്യമാവുകയാണെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും എല്ലാ വിധത്തിലുള്ള ഡേറ്റകളും അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അവർക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ആധാറിലുള്ള സകല ഡേറ്റകളും ചോർത്തിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് ഈസി ആയിട്ട് അവർക്ക് ഹാക്ക് ചെയ്യാം. നമ്മുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ GPayയിൽ അല്ലെങ്കിൽ ഫോൺ പേയിൽ ഉപയോഗിക്കുന്ന പിൻ നമ്പർ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിലുകളും ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സും സകലതും അവർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. നിലവിൽ ഹാക്കേഴ്സ് പല രീതികളിലൂടെ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ മിക്കപ്പോഴും അവർ വിജയിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മളുമായിട്ട് നേരിട്ട് സംസാരിച്ചാണ് അവർ പല ട്രിക്കുകൾ ഉപയോഗിച്ച് ഈ ഡേറ്റകളൊക്കെ കരസ്ഥമാക്കുന്നത്. പക്ഷേ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പണം നഷ്ടമാകും. എന്നാൽ നിലവിലുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഹാക്കേഴ്സിന് ആ ഡേറ്റകളൊന്നും ചോർത്തിയെടുക്കാൻ സാധിക്കുകയില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഡേറ്റ ചോർത്തിയെടുക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ചോർത്തിയെടുക്കുന്ന ഡേറ്റ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവുമില്ല. നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലോഗിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യൂസർ IDയും പാസ്വേഡും അടിച്ചു കൊടുക്കും. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ മാർക്ക് സുക്കർബർഗിനും അദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്കും നമ്മുടെ പാസ്വേഡും യൂസർ IDയും ഒക്കെ നേരിട്ട് ലഭിക്കുകയല്ലേ ചെയ്യുന്നത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്തുകൂടെ? അത് ഒരിക്കലും സാധ്യമല്ല. നമ്മൾ യൂസർ ID ആയിട്ടും അല്ലെങ്കിൽ പാസ്വേഡായിട്ടും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഭാഷയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ പാസ്വേഡ് ഹലോ എന്നാണെന്ന് കരുതുക. ഹലോ എന്നുള്ള ഒരു പാസ്വേഡ് ഒരിക്കലും നമുക്ക് ഫേസ്ബുക്ക് പോലുള്ള ഒരു നല്ല വെബ്സൈറ്റിൽ പാസ്വേഡായിട്ട് കൊടുക്കാൻ സാധിക്കുകയില്ല. അവിടെ നമുക്ക് ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള പാസ്വേഡ് വേണം കൊടുക്കാൻ. അതിൽ ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കും, കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, സിമ്പിൾസ് ഉണ്ടായിരിക്കും, ചില അക്ഷരങ്ങളൊക്കെ ക്യാപിറ്റൽ ലെറ്റർ, ചിലതൊക്കെ സ്മോൾ ലെറ്ററിലൊക്കെ കൊടുത്താലേ ഇത് സാധ്യമാവുകയുള്ളൂ. പക്ഷേ സപ്പോസ് നിങ്ങളുടെ പാസ്വേഡ് ഹലോ എന്ന് മാത്രമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ആ പാസ്വേഡ് അപ്പോൾ തന്നെ എൻക്രിപ്റ്റഡായി ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലേക്ക് മാറുന്നതാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്രിപ്റ്റഡ് കോഡാണിത്. ഈ എൻക്രിപ്റ്റഡ് പാസ്വേഡിൽ നിന്നും നമ്മുടെ യഥാർത്ഥ പാസ്വേഡ് ഹാക്കേഴ്സിന് കണ്ടുപിടിക്കാൻ സാധിക്കും. അവർ 8 കോർ i7 പ്രോസസ്സറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി വരും. പക്ഷേ ഹലോ എന്ന ഒരു പാസ്വേഡ് നമുക്ക് ഒരിക്കലും ഫേസ്ബുക്കിൽ പാസ്വേഡായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അതിന് കുറേയധികം നമ്പേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കണം. ആൽഫബറ്റ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കണം. സിമ്പിൾസ് ഉണ്ടായിരിക്കണം. അതിൽ ചില അക്ഷരങ്ങളൊക്കെ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള 6 അക്കത്തിനും മുകളിൽ വലിപ്പമുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 250 വർഷമെങ്കിലും വേണ്ടിവരും ആ പാസ്വേഡ് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ. 250 വർഷം ഒരു മനുഷ്യന് ആയുസുണ്ടോ? എത്ര തലമുറ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും? അത്രയും തലമുറകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ പാസ്വേഡ് അപ്പോൾ കിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പാസ്വേഡ് മാത്രം കിട്ടാനാണ് ഇത്രയും സമയം. നമ്മൾ വളരെ ദൈർഘ്യമുള്ള ഒരു മെസ്സേജ്, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് അയക്കുന്നതെങ്കിൽ അത് ഡീകോഡ് ചെയ്യാനും ഒരുപാട് സമയം വേണ്ടിവരും. നിലവിൽ ഒരു ഉപയോഗവുമില്ലാത്ത ഈ എൻക്രിപ്റ്റഡ് ഡേറ്റ പല രഹസ്യാന്വേഷണ സംഘടനകളും ഓർഗനൈസേഷനുകളും ടെററിസ്റ്റുകളും ഹാക്കേഴ്സും ഡൗൺലോഡ് ചെയ്തു വെക്കുന്നുണ്ട്. എന്തിനായിരിക്കാം? ഒരു പ്രയോജനവുമില്ലെങ്കിലും അവരത് ഡൗൺലോഡ് ചെയ്തു വെക്കുന്നത്. എന്നെങ്കിലും അവരുടെ പക്കൽ ക്വാണ്ടം സാങ്കേതികവിദ്യ ലഭ്യമാവുകയാണെങ്കിൽ അവർക്ക് ഇതുപയോഗിച്ചിട്ട് ഡീകോഡ് ചെയ്ത് യഥാർത്ഥ ഡാറ്റ ചോർത്തിയെടുക്കാൻ സാധ്യമാകും. ആ പ്രതീക്ഷയിലാണ് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതാനും ദിവസങ്ങൾ മുതൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ഡേറ്റകൾ ഡീക്രിപ്റ്റ് ചെയ്ത് അതിൻ്റെ യഥാർത്ഥ ഫോമിലാക്കി മാറ്റാൻ സാധിക്കും. നിലവിലുള്ള ട്രാൻസിസ്റ്റേഴ്സിനെ ഇനിയും കൂടുതൽ ചെറുതാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതെന്നും അത് നമ്മുടെ നിലവിലുള്ള കമ്പ്യൂട്ടറിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്നുമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുൻപ് നിങ്ങൾ എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. താല്പര്യമുള്ളവർ പരിശോധിക്കുക. ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നിലവിലുള്ള കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം പരിശോധിക്കാം. അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് പോലെയാണ്. സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഉണ്ടാകും, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആകും. ഇവിടെ ഈ ട്രാൻസിസ്റ്റർ എന്ന സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ ഇൻഫർമേഷൻ കടന്നു പോകും അല്ലെങ്കിൽ ഡേറ്റ കടന്നു പോകും. ഓഫ് ചെയ്യുമ്പോൾ ഡേറ്റ കടന്നു പോകില്ല. അതുമാത്രമാണ് ട്രാൻസിസ്റ്റർ അവിടെ ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിന് വേറെയും ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, ആംപ്ലിഫിക്കേഷനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആ ഒരു സ്വിച്ചിങ് പ്രോപ്പർട്ടി മാത്രമാണ്. എന്താണ് ഈ ഇൻഫർമേഷൻ? എന്ത് ഇൻഫർമേഷനെയാണ് ഇത് ഓഫ് ആക്കുകയും ഓൺ ആക്കുകയും ചെയ്യുന്നത്? ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയാണ്. കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് മലയാള ഭാഷയിലാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഭാഷകളുണ്ട്. ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. ആ ഇംഗ്ലീഷ് ഭാഷയിൽ 26 ആൽഫബറ്റുകളുണ്ട്. അതുപോലെ തന്നെ മെഷീൻ ലാംഗ്വേജിൽ, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന മെഷീൻ ലാംഗ്വേജിൽ 2 സിമ്പിൾസ് മാത്രമാണ് ഉള്ളത്. ആ 2 സിമ്പിളുകൾ ഉപയോഗിച്ചിട്ട് ലോകത്തുള്ള സകല ഇൻഫർമേഷനും അതിന് സൂക്ഷിച്ചു വയ്ക്കാനും ഉപയോഗിക്കാനും സാധിക്കും. മെഷീൻ ലാംഗ്വേജിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് ഒരു ബിറ്റാണ്. ആ ഒരു ബിറ്റിൽ നമുക്ക് ഒരു സിമ്പിളിനെ സൂക്ഷിക്കാൻ സാധിക്കും. ഒന്നുകിൽ 1 എന്ന് സൂക്ഷിക്കാം, അല്ലെങ്കിൽ 0 എന്ന് സൂക്ഷിക്കാം.
നമ്മൾ 2 ബിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ 1ൻ്റെയും 0ൻ്റെയും 4 കോമ്പിനേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. 00, 01, 10, 11. ഇങ്ങനെ ബിറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഡേറ്റകളുടെ കോമ്പിനേഷൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം കൂട്ടിച്ചേർത്തിട്ട് പല ഉപയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റിയെടുക്കാം. കുറേയധികം ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അക്കങ്ങളെ തമ്മിൽ പരസ്പരം ആഡ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ട് ഉണ്ടാക്കാം. വേറെ ചില ട്രാൻസിസ്റ്റേഴ്സിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അക്കങ്ങൾ തമ്മിൽ കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി മറ്റൊരു സർക്യൂട്ടും ഉണ്ടാക്കിയെടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സാധ്യമാകുമെങ്കിൽ ലോകത്തുള്ള സകല ഓപ്പറേഷനുകളും നമുക്ക് അതിലൂടെ സാധ്യമാക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കുറേയധികം ചെറിയ ചില സർക്യൂട്ടുകളുടെ കോമ്പിനേഷനാണ്. ഓരോ സർക്യൂട്ടുകളെയും വളരെ ചെറിയ ഓപ്പറേഷൻസ് മാത്രം ചെയ്യാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് നമുക്കെടുക്കാം. കുറച്ച് വിദ്യാർത്ഥികൾക്ക് അഡീഷൻ ചെയ്യാൻ, കുറച്ച് വിദ്യാർത്ഥികൾക്ക് സബ്ട്രാക്ഷൻ ചെയ്യാം, കുറച്ച് പേർക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ചില ഓപ്പറേഷൻസ് ചെയ്യുന്ന കുറേയധികം, കൃത്യമായിട്ട് പറഞ്ഞാൽ കോടിക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ഓപ്പറേഷൻസ് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. നിലവിലുള്ള സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ വലിപ്പം 5 നാനോമീറ്റർ ആണ്. അത് എത്രമാത്രം ചെറുതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ഒരു മുടിനാരിഴ എടുക്കാം. ഒരു മുടി എടുത്തു കഴിഞ്ഞാൽ ആ മുടിയുടെ വലിപ്പത്തിൽ വരുന്ന 20,000-ഓളം ട്രാൻസിസ്റ്ററുകളെ നമുക്ക് അടുക്കി വയ്ക്കാനായിട്ട് സാധിക്കും. അതായത് മുടിയുടെ 20,000-ൽ 1 വലിപ്പം മാത്രമാണ് ഇപ്പോഴത്തെ ഇൻ്റലിൻ്റെ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വലിപ്പം. എന്നാൽ ഒരു ആറ്റവുമായിട്ട് ഈ ഒരു ട്രാൻസിസ്റ്ററിനെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ വളരെ വലുതാണ്. ഒരു ശരാശരി ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 0.1 മീറ്ററാണ്. അതായത് ഒരു ശരാശരി ആറ്റത്തിൻ്റെ 50 ഇരട്ടിയോളം വലിപ്പമുണ്ട് ഇൻ്റലിൻ്റെ ഏറ്റവും പുതിയ ട്രാൻസിസ്റ്ററിന്. 5 നാനോമീറ്റർ വലിപ്പമുള്ള ഈ ട്രാൻസിസ്റ്ററിനെ നമുക്ക് ഇനിയും ചെറുതാക്കാം. അങ്ങനെ ചെറുതാക്കി ആറ്റത്തിൻ്റെ വലിപ്പത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ നിലവിലുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല. നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ലോകമല്ല, അവിടെ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകമാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. അത്രയും വലിപ്പത്തിലേക്ക് ട്രാൻസിസ്റ്റർ എത്തിച്ചേരുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ഒരു ഫ്ലോയാണ്. ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അവിടെ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. ക്വാണ്ടം ടണലിംഗ് എന്താണെന്ന് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉദാഹരണത്തിന് 100 മീറ്റർ ഉയരമുള്ള ഒരു മതിൽ സങ്കല്പിക്കുക. ആ മതിലിന് അപ്പുറത്തേക്ക് ഞാനൊരു പന്തെടുത്ത് എറിയുകയാണ്. ചിലപ്പോഴൊക്കെ ആ പന്ത് 100 മീറ്ററിന് മുകളിലൂടെ പോയി ആ മതിലിൻ്റെ അപ്പുറത്ത് എത്തിച്ചേരും. എന്നാൽ ചിലപ്പോഴൊന്നും അത് അത്രയും ഉയരത്തിലേക്ക് ഉയരില്ല. ഒരു 80 മീറ്റർ അല്ലെങ്കിൽ ഒരു 90 മീറ്റർ വരെ പോയിട്ട് താഴേക്ക് പോകും. പക്ഷേ ക്വാണ്ടം ടണലിംഗ് അനുസരിച്ച് ഈ ഒരു 80 മീറ്റർ പോയാൽ പോലും മതിലിൻ്റെ അപ്പുറത്ത് അതിന് എത്തിച്ചേരാൻ സാധിക്കും. കേൾക്കുമ്പോൾ അത് വളരെ വിചിത്രമായിട്ടുള്ള അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്ത് അത് സാധ്യമാകുന്നതാണ്. 80 മീറ്റർ ഉയരത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ വെച്ച് അത് അപ്രത്യക്ഷമാവുകയും പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് മതിലിൻ്റെ അപ്പുറത്തായിരിക്കും. അതിനുശേഷം അത് താഴേക്ക് പോകും. പറഞ്ഞു വരുന്നത് ഒരു ട്രാൻസിസ്റ്റർ ഓഫ് ആക്കുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, ട്രാൻസിസ്റ്റർ ഓഫ് ആക്കുന്ന സമയത്ത് അതിലൂടെ ഇൻഫർമേഷൻ കടന്നു പോകില്ല. അതായത് ഇലക്ട്രോൺസ് കടന്നു പോകില്ല. അതിൻ്റെ മുൻപിൽ ഒരു തടസ്സം, ഒരു വാൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ആ തടസ്സമുണ്ടെങ്കിൽ പോലും ഇലക്ട്രോൺസിന് ക്വാണ്ടം ടണലിങ്ങിലൂടെ അതിന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും. കാരണം ട്രാൻസിസ്റ്ററിന് ആറ്റത്തിൻ്റെ ഏകദേശം അത്രയും വലിപ്പം മാത്രമാണ് ഉള്ളത്. ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലൊന്നും ആയിരിക്കില്ല ട്രാൻസിസ്റ്റർ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ അത്രയും ചെറിയ വലിപ്പത്തിലേക്ക് നമുക്ക് ട്രാൻസിസ്റ്ററിനെ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സേഴ്സിനെ കൊണ്ടുവരാൻ കഴിയില്ല. ഇതാണ് നിലവിലെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നം. ഇനിയും ഒരുപാട് ചെറുതാക്കാനോ ഒരുപാട് ഒപ്റ്റിമൈസ് ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഒരു സാച്ചുറേഷൻ്റെ അരികിൽ വരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ അതിന് ബദലായി നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാം. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്? അതിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇൻഫർമേഷൻ ആദ്യം പറഞ്ഞപ്പോൾ
ക്ലാസിക്കൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻഫർമേഷൻ്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബിറ്റാണെന്ന് പറഞ്ഞു. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ലോകത്ത് അത് ഒരു ബിറ്റല്ല, അത് ഒരു ക്യൂബിറ്റാണ്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിനെ എടുക്കാം. ഒരു ഇലക്ട്രോണിന് ഒരുപാട് ക്വാണ്ടം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്പിന്നിങ് എന്ന ഒരു പ്രോപ്പർട്ടി ഞാൻ എടുക്കുകയാണ്. ഇലക്ട്രോണിൻ്റെ കറക്കം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോൺ കറങ്ങുന്നതൊന്നും കണ്ടിട്ടില്ല. ഒരു ഇലക്ട്രോണിനെ തന്നെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ഇലക്ട്രോണിൻ്റെ ഒരു ക്ലൗഡ് മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഇലക്ട്രോൺ ഉണ്ട്, അതിന് ഇങ്ങനത്തെ സ്വഭാവമുണ്ട്, അങ്ങനത്തെ സ്വഭാവമുണ്ട്, അത് കറങ്ങും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്? ആ വിഷയത്തിലേക്ക് ഞാൻ ഇവിടെ കിടക്കുന്നില്ല. മുൻപ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇലക്ട്രോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിലുണ്ട്. ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഇലക്ട്രോണിൻ്റെ സ്പിന്നിങ് എന്ന പ്രോപ്പർട്ടി എടുത്തു. ഇലക്ട്രോൺ ലെഫ്റ്റിലേക്കും കറങ്ങും, റൈറ്റിലേക്കും കറങ്ങും. പക്ഷേ ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് ഇത് രണ്ടിനും പുറമേ അതിന് മൂന്നാമത് ഒരു സ്റ്റേറ്റ് കൂടിയുണ്ട്. ആ സ്റ്റേറ്റ് അനുസരിച്ച് ഒരേ സമയം അത് ലെഫ്റ്റിലേക്ക് കറങ്ങാനും റൈറ്റിലേക്ക് കറങ്ങാനുമുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിട്ടായിരിക്കും നമുക്ക് തോന്നുക. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൽ ഇത് നടക്കും, ഇത് സാധ്യമാണ്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ റിയൽ ലൈഫിലെ ഒരു ഉദാഹരണം എടുക്കാം. ഒരു കോയിൻ എടുക്കുന്നു. ആ കോയിനെ ഞാനൊന്ന് ടോസ് ചെയ്ത് ഞാൻ എൻ്റെ കയ്യിൽ അത് ആ കോയിൻ താഴെ വീഴുമ്പോൾ ഞാനത് കയ്യിൽ പിടിച്ചു. ഇപ്പോൾ എനിക്കറിയില്ല അത് ഹെഡാണോ അതോ ടെയിലാണോ എന്ന്. ഞാനിത് തുറക്കുമ്പോൾ മാത്രമാണ് അത് ഹെഡാണോ ടെയിലാണോ എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിനെ നമുക്ക് സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അത് തുറക്കുന്ന അല്ലെങ്കിൽ അത് പരിശോധിക്കുന്ന ആ സന്ദർഭത്തിൽ മാത്രം അത് ഹെഡോ ടെയിലോ ആയി മാറുന്നു. ഇതൊട്ടും യുക്തിക്ക് നിരക്കുന്നതല്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. കാരണം അത് ഓൾറെഡി തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ തുറക്കുമ്പോൾ കാണുന്നു എന്ന് മാത്രം. മുൻപ് തന്നെ അത് ഹെഡോ ടെയിലോ ആയിട്ടുണ്ട്. അത് ശരിയാണ്. നമ്മളുടെ റിയൽ ലൈഫിലാണ് ഈ കോയിൻ ഉള്ളത്. അതുകൊണ്ട് ക്വാണ്ടം ഫിസിക്സ് അവിടെ ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്ത് ഇത്തരത്തിലൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിൽ ഒരേ സമയം അത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരേ സമയത്ത് തന്നെ ഒരു വസ്തു പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മാത്രം അത് ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങുന്നു എന്ന് മാത്രം. വളരെ വിചിത്രമായിട്ട് തോന്നും. നിങ്ങളുടെ യുക്തിക്ക് ഒട്ടും നിരക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മുതിരുന്നില്ല. കാരണം ഇതിൻ്റെ വീഡിയോ നല്ല ഡ്യൂറേഷൻ ഉണ്ടാകും. അതിൻ്റെ കൂടെ ക്വാണ്ടം ഫിസിക്സ് കൂടി ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ അതിലും അപ്പുറമോ ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ ആയിട്ട് മാറും. അത് ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. താല്പര്യമുള്ളവർ അതൊന്ന് പരിശോധിക്കുക. നമുക്ക് ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ലോകത്തേക്ക് മടങ്ങി വരാം. 3 പൊസിഷനുകൾ അല്ലെങ്കിൽ 3 സ്റ്റേറ്റുകളുണ്ടെന്ന് പറഞ്ഞു. ലെഫ്റ്റിലേക്ക് കറങ്ങാം, റൈറ്റിലേക്ക് കറങ്ങാം. അതുപോലെ തന്നെ അതിന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കറങ്ങുന്ന ഒരു സൂപ്പർ പൊസിഷനുമുണ്ട്. അതായത് ഒരു ഇലക്ട്രോണിന് 3 സ്റ്റേറ്റുകളുണ്ട്. മുൻപ് പറഞ്ഞ ഒരു ബിറ്റിൽ 2 പോസിബിലിറ്റീസേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബിറ്റിൽ ഒന്നെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ ഒരു 0. പക്ഷേ ഇവിടെ ഒരേ സമയത്ത് തന്നെ 3 വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ 2 എന്നുള്ളത് 3 എന്ന് പറയുന്ന ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ അത് ഒരു ബിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ്. ബിറ്റിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ഡിഫറൻസ് വലിയ രീതിയിൽ തന്നെ മാറും. 20 ക്വാണ്ടം ബിറ്റ് എടുക്കുകയാണെങ്കിൽ ആ 20 ക്വാണ്ടം ബിറ്റ് 10 ലക്ഷത്തോളം വരുന്ന ബിറ്റുകൾക്ക് തുല്യമാണ്. അതായത് 20 ക്വാണ്ടം ബിറ്റ് ആകുമ്പോൾ തന്നെ 10 ലക്ഷത്തോളം വരുന്ന ബിറ്റുകൾക്ക് തുല്യമായിട്ട് ഈ 20 ക്വാണ്ടം ബിറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ നമ്മൾ 100ഓളം ക്വാണ്ടം ബിറ്റുകളാണ് നിലവിലെ ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടറിന് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അത് മറ്റൊരു ക്വാണ്ടം പ്രോപ്പർട്ടിയായ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് ആണ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 പെയർ ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസിന് എല്ലായ്പ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഒന്നിലെ ഇൻഫർമേഷൻ അതിൻ്റെ നേരെ വിപരീത രീതിയിൽ മറ്റേ ഇലക്ട്രോണിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് കറക്കം തന്നെ എടുക്കാം. ഒരു ഇലക്ട്രോൺ ലെഫ്റ്റിലേക്കാണ് കറങ്ങുന്നതെങ്കിൽ മറ്റേ ഇലക്ട്രോൺ കറങ്ങുന്നത് റൈറ്റിലേക്കായിരിക്കും. അത് രണ്ടും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിന് വിധേയമായിട്ടുണ്ടെങ്കിൽ. അതിനെ എത്ര ദൂരത്ത് കൊണ്ടുവച്ചാലും
ഇതേ വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരെണ്ണം നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവെക്കാം, മറ്റൊരെണ്ണം നമുക്ക് അമേരിക്കയിൽ കൊണ്ടുവെക്കാം. ഇന്ത്യയിലിരിക്കുന്ന ഇലക്ട്രോൺ ലെഫ്റ്റിലേക്കാണ് കറങ്ങുന്നതെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന ഇലക്ട്രോൺ റൈറ്റിലേക്കായിരിക്കും കറങ്ങുക. ഇന്ത്യയിലുള്ള ഇലക്ട്രോണിനെ നിരീക്ഷിക്കുന്ന ആ സമയത്ത് തന്നെ അമേരിക്കയിലെ ഇലക്ട്രോൺ അത് റൈറ്റിലേക്ക് കറങ്ങുന്നതായിട്ട് തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിന് വിധേയമായിരിക്കുന്ന പെയറിലെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റേതിൻ്റെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അണ്ടർസ്റ്റുഡാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ പ്രയോജനങ്ങൾ ഞാനിവിടെ പറഞ്ഞു. പക്ഷേ അതിന് കുറേയധികം പോരായ്മകളുമുണ്ട്. അതിൻ്റെ ഒരു പോരായ്മ അതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നത് അതിൻ്റെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇതേ പ്രോപ്പർട്ടി അതിൻ്റെ ഔട്ട്പുട്ടിലും ബാധകമാണ്. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന റിസൾട്ട്, ആ റിസൾട്ടിലും സൂപ്പർ പൊസിഷൻ ഉണ്ട്. അതായത് ഒരേ സമയത്ത് തന്നെ പല സ്റ്റേറ്റുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഔട്ട്പുട്ട് കൊണ്ട് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നുമില്ല. പക്ഷേ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ഇൻ്റർഫറൻസ് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പൊസിഷൻ കിട്ടും. പക്ഷേ ഇത് എല്ലാ ആപ്ലിക്കേഷനും ബാധകമല്ല. ചില പ്രത്യേക ആപ്ലിക്കേഷന് മാത്രമേ നമുക്ക് ഈ ഇൻ്റർഫറൻസ് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നിലവിലുള്ള നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് സാധിക്കുന്നതല്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് സാധിക്കും. അത് അതിശക്തമായ വേഗതയിൽ ഏറ്റവും മികച്ച പെർഫോമൻസിലായിരിക്കും ഇത് ചെയ്യുക. അതായത് വർഷങ്ങൾ കൊണ്ട് ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടർ ചെയ്യുന്ന ചില കാര്യങ്ങൾ മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടറിന് സാധിക്കുന്ന ഒരു കാര്യമാണ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ ഡീക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളത്. എൻക്രിപ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ പാസ്വേഡുകളും അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജും നമ്മുടെ ഇൻഫർമേഷനും ഒക്കെ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ എൻക്രിപ്റ്റഡ് ഡേറ്റയെ ഡീക്രിപ്റ്റ് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് അനായാസമായിട്ട് സാധിക്കും. ആദ്യം എങ്ങനെയാണ് ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഒരു രഹസ്യ സന്ദേശം അയച്ചു കൊടുക്കുകയാണ്. ആ രഹസ്യ സന്ദേശം അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ തന്നെ അതിനെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനായിട്ട് മാറ്റിയിട്ടാണ് നരേന്ദ്രമോദിക്ക് അയക്കുന്നത്. ഉദാഹരണത്തിന് പിണറായി വിജയൻ ഒരു ഇമെയിൽ സന്ദേശമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് കരുതുക. ഓട്ടോമാറ്റിക്കലി എൻക്രിപ്റ്റഡ് ആകും. എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വിദ്യകളുണ്ട്. പക്ഷേ വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ് RSA എൻക്രിപ്ഷൻ. RSA എൻക്രിപ്ഷൻ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് കീയും ഒരു പബ്ലിക് കീയും ഉണ്ടായിരിക്കുന്നതാണ്. നരേന്ദ്രമോദിക്ക് ഒരു പ്രൈവറ്റ് കീയും ഉണ്ട്, അതുപോലെ ഒരു പബ്ലിക് കീയും ഉണ്ട്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പബ്ലിക് കീ എല്ലാവർക്കും അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പ്രൈവറ്റ് കീ നരേന്ദ്രമോദിയുടെ ആ കമ്പ്യൂട്ടറിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ലോഗിൻ ചെയ്യുന്ന ആ കമ്പ്യൂട്ടറിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അദ്ദേഹത്തിനൊരു സന്ദേശം അയക്കണമെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ പബ്ലിക് കീ നമുക്ക് വേണം. അത് നമുക്ക് അവൈലബിൾ ആണ്, എല്ലാവർക്കും അത് കിട്ടും. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ മെയിൽ ID മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ആ മെയിൽ IDയിലേക്ക് സന്ദേശം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സന്ദേശം കോഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് കീ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന സന്ദേശം എല്ലാവർക്കും എടുക്കാം. ആർക്ക് വേണമെങ്കിലും അത് ഹാക്ക് ചെയ്ത് ആ സന്ദേശം എടുക്കാം. പക്ഷേ അവർക്കത് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ലോഗിൻ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിക്കണം. ആ കമ്പ്യൂട്ടറിന് മാത്രമേ ആ പ്രൈവറ്റ് കീ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ആ രഹസ്യ സന്ദേശം ഡീകോഡ് ചെയ്ത് അല്ലെങ്കിൽ ഡീക്രിപ്റ്റ് ചെയ്തെടുത്ത് അദ്ദേഹം അത് വായിച്ചു നോക്കും. പക്ഷേ ഈ പ്രൈവറ്റ് കീ ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുകയാണെങ്കിലോ ആ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിലോ അത് വലിയ അപകടമാണ്. എന്നാൽ അത് നിലവിലുള്ള കമ്പ്യൂട്ടർ കൊണ്ട് വളരെയധികം വർഷങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഒരു 6 അക്കം അല്ലെങ്കിൽ ഒരു 7 അക്കം വലിപ്പമുള്ള ഒരു പാസ്വേഡ് തന്നെ 250 വർഷം കൊണ്ടൊക്കെയാണ് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു വലിയ സന്ദേശം ഡീക്രിപ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളോ മാത്രമാണ് വേണ്ടിവരിക. ഇതിലൂടെ
പല രാജ്യങ്ങളുടെയും രഹസ്യ ഇൻഫർമേഷനുകൾ ചോർത്തിയെടുക്കാൻ സാധിക്കും. ഓരോ വ്യക്തികളുടെയും പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാം. അവരുടെ പേഴ്സണൽ മെസ്സേജുകൾ വായിക്കാൻ സാധിക്കും. അവരെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ സാധിക്കും. അവരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം കവർന്നെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇത് സൃഷ്ടിക്കുന്നത്. പക്ഷേ അത് ഒഴിവാക്കാനായി പാരലലി മറ്റൊരു ടെക്നോളജി കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതും ക്വാണ്ടം കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതാണ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇൻഫർമേഷനെ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയാണ്. ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടർ തന്നെ ഉപയോഗിച്ചിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഒരു ഇൻഫർമേഷനെ എൻക്രിപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ്. അത് എത്ര നാളുകൊണ്ട് വികസിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ശരിക്കും അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഈ ഹാക്കേഴ്സിൻ്റെ കയ്യിലേക്ക് ആ ഒരു സാങ്കേതിക വിദ്യ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അത്തരത്തിലുള്ള ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രബന്ധങ്ങളൊക്കെ ഗൂഗിൾ സ്കോളർ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂപ്പർ പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ മറ്റൊരു അപാകത കൂടിയുണ്ട്. സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോണിനെ നിലനിർത്തണമെങ്കിൽ അവിടുത്തെ താപനില നമുക്ക് ഗണ്യമായി കുറച്ച് അബ്സല്യൂട്ട് സീറോയ്ക്ക് അടുത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കൂടാതെ ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള ഒരു ഇൻ്റർഫറൻസും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം വളരെ വലുതായിട്ടാണ് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചിപ്പുകളൊക്കെ വളരെ വലിപ്പം കുറഞ്ഞതാണ്. എന്നാൽ ഇത്രയും വലിപ്പം ഉണ്ടാകാനുള്ള കാരണം അവിടുത്തെ താപനില അബ്സല്യൂട്ട് സീറോയുടെ അടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഹാർഡ്വെയർ കണക്ഷൻസ് ആണ്. അതിനു പുറമെ എക്സ്റ്റേണലായിട്ടുള്ള ഈ നോയ്സുകളെയും ഒഴിവാക്കാൻ ഈ കണക്ഷൻസ് സഹായപ്രദമാണ്. എങ്കിൽ പോലും ഒരു നിശ്ചിത സമയത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ഈ ക്വാണ്ടം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിൽ ഇലക്ട്രോണിനെ നിലനിർത്താൻ സാധിക്കുകയില്ല. എത്ര നേരം നമുക്കതിനെ നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് കൊഹറൻസ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ പുതിയ ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. വില്ലോ ചിപ്പ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നിങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ഈ കൊഹറൻസ് ടൈം അവർക്ക് വലിയ രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമായി. മാത്രമല്ല ഇത് അതിശക്തമായ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ കൂടിയാണ്. ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന റാൻഡം സർക്യൂട്ട് സാമ്പിളിംഗ് പ്രോബ്ലത്തെ ഇതിന് വെറും 5 മിനിറ്റ് കൊണ്ടാണ് സോൾവ് ചെയ്യാൻ സാധിച്ചത്. ഈ റാൻഡം സർക്യൂട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം അത് ശരിക്കും ഒരു റിയൽ ലൈഫ് പ്രോബ്ലം അല്ല. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ വേഗത മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോബ്ലമാണ്. ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നേരിടുന്ന മറ്റൊരു പ്രശ്നം അവിടുത്തെ എററാണ്. ഒരുപാട് ക്യൂബിറ്റുകൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അവിടെ കൂടുതലായിട്ട് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അഡീഷണലായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടം ബിറ്റുകളും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷന് വേണ്ടി നമ്മളൊരു 100 ക്യൂബിറ്റുകളാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. അവിടെ എറേഴ്സ് ഒഴിവാക്കാനായിട്ട് അഡീഷണലായിട്ട് നമ്മൾ 1000 ഫിസിക്കൽ ക്യൂബിറ്റുകൾ കൂടി ഉപയോഗിക്കേണ്ടി വരും. അതായത് നമ്മൾ ഒരുപാട് ക്യൂബിറ്റുകളുടെ കപ്പാസിറ്റി ഉള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെടുത്താൽ പോലും അതിലെ ബഹുഭൂരിപക്ഷവും അതിൻ്റെ തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിസിക്കലായിട്ടുള്ള ക്യൂബിറ്റുകളായിരിക്കും. അത്രയധികം ക്യൂബിറ്റുകളെ തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി അഡീഷണലായിട്ട് ഉപയോഗിച്ചാൽ പോലും തെറ്റുകളിൽ കാര്യമായിട്ടുള്ള കുറവൊന്നും സംഭവിക്കുന്നില്ല. അത് വളരെയധികം ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു. എന്നാൽ ഗൂഗിളിൻ്റെ ഇതേ വില്ലോ ചിപ്പ് തന്നെ അതിനെ മറികടന്നിരിക്കുന്നു. അഡീഷണലായിട്ട് കൊടുക്കുന്ന ക്യൂബിറ്റുകൾ വലിയ രീതിയിൽ തന്നെ അവിടെ എറർ കറക്ഷൻസ് വരുത്തുന്നതായിട്ട് ഗൂഗിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റമാണ്. കാര്യമായിട്ടുള്ള എറേഴ്സ് ഒന്നും സംഭവിക്കാതെ തന്നെ വലിയ കപ്പാസിറ്റി ഉള്ള ക്യൂബിറ്റുകളെ ഉൾക്കൊള്ളിക്കാൻ ഇതിലൂടെ നമ്മളെ കൊണ്ട് സാധിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുള്ള ശരിക്കുമുള്ള പ്രയോജനം എന്തൊക്കെയാണ്? നമുക്ക് പുതിയ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അതിശക്തമായ വേഗതയിൽ. ഇപ്പോൾ നമ്മൾ പല മരുന്നുകളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. ഒരു രോഗത്തെ മനസ്സിലാക്കി ആ രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽസിൻ്റെ പല കോമ്പിനേഷനുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഓരോ കോമ്പിനേഷനും പല ട്രയലുകളിലൂടെ നമ്മൾ എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും.
ഒരു കോമ്പിനേഷൻ തന്നെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ സിമുലേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിവേഗതയിൽ തന്നെ ഒരുപാട് കോമ്പിനേഷനുകൾ, ആയിരക്കണക്കിന് കെമിക്കലുകളുടെ കോമ്പിനേഷൻ ഉപയോഗിക്കുകയും അത് സിമുലേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാൻ സാധിക്കും. ഒരു കോമ്പിനേഷൻ തന്നെ മാസങ്ങൾ കൊണ്ട് ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് കെമിക്കൽ കോമ്പിനേഷനുകൾ നമ്മൾ വെറും ഒരു മാസം കൊണ്ട് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇനിയും മരുന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത പല രോഗങ്ങൾക്കും വളരെ അനുയോജ്യമായിട്ടുള്ള, വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ വിലക്കുറവിലുള്ള മരുന്ന് വളരെ അനായാസമായിട്ട് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പലപ്പോഴും കോവിഡും നിപ്പ പോലുള്ള വൈറസുകളുടെ ബാധ ഉണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും ഭയപ്പെടാറുണ്ട്. അതിനെ നല്ല രീതിയിൽ നിർവീര്യമാക്കാൻ സാധിക്കുന്ന മരുന്നുകൾ ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ വരവോടുകൂടി അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു രോഗമാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മരുന്ന് ഉണ്ടാക്കി അതിനെ നിർവീര്യമാക്കാൻ നമ്മളെക്കൊണ്ട് വരുന്ന വർഷങ്ങളിൽ സാധ്യമാകുന്നതാണ്. മെഡിസിൻ ഒരു ഉദാഹരണം മാത്രമാണ്. നമുക്ക് പല സ്പേസ് മിഷനുകളിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പെയിൻറ്റുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. കാർ എഞ്ചിനുകൾ, ഏറ്റവും കുറഞ്ഞ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകുന്ന എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മികച്ച റോബോട്ടുകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് വലിയ മാറ്റങ്ങൾ നമ്മുടെ സാങ്കേതികവിദ്യയിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്കും നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇപ്പോൾ മെഷീൻ ലേണിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ മോഡലുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന പല എക്സ്പെരിമെൻസും നടത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ നിലവിലുള്ള ആസ്ട്രോണോമിക്കൽ റിസർച്ചുകളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിങ്ങിലൂടെ ഞാൻ പുതിയ മോഡലുകൾ ഉണ്ടാക്കിയെടുക്കും. ആ മോഡലുകളാണ് ഞാൻ പിന്നീട് ഒരു ശാസ്ത്ര പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എനിക്ക് ഒരുപക്ഷെ 100 മുതൽ 150 തവണയെങ്കിലും എക്സ്പെരിമെൻറ്റുകൾ നടത്തേണ്ടി വരും, പല രീതിയിലുള്ള ഹൈപ്പർ പാരാമീറ്റേഴ്സിൻ്റെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്. ഓരോ എക്സ്പെരിമെൻറ്റും നടത്താനായിട്ട് എൻ്റെ കമ്പ്യൂട്ടർ എനിക്ക് 5 മുതൽ 10 മണിക്കൂർ വരെ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ 150 തവണയൊക്കെ എക്സ്പെരിമെൻറ്റ് നടത്തണമെങ്കിൽ എത്രത്തോളം നാളുകൾ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് നടപ്പിലാക്കാൻ സാധിക്കും. ഒരു 150 എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് എനിക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് മാറും. എനിക്ക് മാത്രമല്ല, മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് റിസർച്ചുകൾ നടത്തുന്ന എല്ലാവർക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ സാങ്കേതികവിദ്യ സഹായിക്കുന്നതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്ന മറ്റൊരു മേഖല ബിറ്റ്കോയിൻ മേഖലയാണ്. ബിറ്റ്കോയിനിലെ ഡേറ്റ വലിയ രീതിയിൽ എൻക്രിപ്റ്റഡ് ആണ്. അതിനെ അനായാസമായിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിലവിൽ ഉപയോഗിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് അത് സാധ്യമല്ല. നിലവിൽ നമ്മൾ 100ഓളം ക്യൂബിറ്റുകൾ വരുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ 10 ലക്ഷം ക്യൂബിറ്റ് വരുന്ന ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ മാത്രമേ ബിറ്റ്കോയിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലേ നിലവിൽ 100 ക്യൂബിറ്റിൽ പ്രവർത്തിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് 10 ലക്ഷം ക്യൂബിറ്റിൽ പ്രവർത്തിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ മേഖലയിൽ ഇപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് IQ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് പരിശോധിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.